നേര് കണ്ടിട്ട് വന്നതേ ഉള്ളൂ. പടം അത്ര പോരാ, വലിയ രസമൊന്നുമില്ല. ഇങ്ങനെ ഏതെങ്കിലും അവന്മാർ വന്ന് പറഞ്ഞാൽ അവനെ മടല് വെട്ടി അടിക്കണം. എന്നാ പടപടി ഇത് കിടിലായിട്ട് പൊള്ളി. ലാലേട്ടൻ, അനശ്വര, ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് അഴിഞ്ഞാടിയത്. അനശ്വര എന്നൊക്കെ പറഞ്ഞാൽ അനശ്വരയുടെ കരിയറിലെ ബെസ്റ്റ് റോള് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റോള്. ലാലേട്ടൻ ഓഫ് കോഴ്സ്, ലാലേട്ടനെ പറ്റി എന്ത് പറയാൻ, പുള്ളിക്കാരൻ അങ്ങനെ ഒരു റോള് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് പ്രേക്ഷകർക്കും ഒരു പുതിയ അനുഭവമാണ് ലാലേട്ടൻ ഇങ്ങനൊരു റോൾ ചെയ്യുന്നത്. ലാലേട്ടനും അതൊരു പുതിയ അനുഭവമാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജീത്തു ജോസഫ് ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും അവർ ഇൻ്റർവ്യൂവിൽ എന്താണോ പറഞ്ഞത് ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ എന്താണ്, ഇതിനകത്തൊരു ക്രൈം നടക്കും, അതൊരു നോർമൽ ജനറൽ ക്രൈമാണ്. പക്ഷേ ആ ക്രൈമിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു ക്രൈം നടന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പ്രതിയെ പിടിക്കും. ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൊത്തം കോർട്ട് റൂമിലുള്ള പരിപാടികളാണ്. ഈ സെയിം സാധനം തന്നെയാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു യഥാർത്ഥ കോർട്ടിൽ എന്താണോ നടക്കുന്നത് അത് ഡിറ്റോ ആയിട്ട് നമ്മളെ കാണിച്ചു തന്നേക്കുവാണ്. ഭയങ്കര ട്വിസ്റ്റും ടേൺസും ഒരു തേങ്ങാണ്ടിയില്ല. നമ്മൾ ജനഗണമനയിലൊക്കെ കോർട്ട് റൂമിനകത്ത് തീപ്പൊരി ഡയലോഗ് കേട്ടിട്ടുണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ അത് ഫേക്ക് സാധനം. ഇതാണ് ഒറിജിനൽ എന്താണ് കോർട്ട് റൂം ഡ്രാമ, അല്ലെങ്കിൽ എന്താണ് കോർട്ട് എന്ന് കാണിച്ചു തരുന്ന മൂവി ഈ നേര് എന്ന് പറയുന്ന മൂവിയാണ്. ഒരു ക്ലാസിക് ഐറ്റം. കാണുന്ന പോലെ പോയി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ ഇങ്ങനെ ഒരു ഇരുത്തങ്ങിരിക്കും. ആ പടത്തിനകത്താണ് പിന്നെ നമ്മൾ. ആ പടം കഴിയുമ്പോഴേ നമ്മൾ ആ ഒരു കോർട്ടിൽ നിന്ന് വെളിക്കോട്ട് ഇറങ്ങത്തുള്ളൂ. അതുവരെ നമ്മൾ ആ ഒരു കോർട്ടിനകത്തിരുന്ന് ആ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പേഴ്സണലി എനിക്ക് ഫീലായത്. സോ ഇതിനകത്ത് വൻ തമാശകളൊന്നുമില്ല. കുറച്ച് ഗൂസ് ബംസ് കയറുന്ന കുറച്ച് ഡയലോഗ്സും, അതും ഭയങ്കര ഗൂസ് ബംസ് ഒന്നും പറയത്തില്ല. പക്ഷേ കൈയടിക്കാനുള്ള വകുപ്പ് കുറേ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിൽ അതൊരു എപ്പിക് സീനാണ്, അതൊരു കിടിലം സീനാണ്. ആ ഒരു സീൻ അത് ജിത്തു ജോസഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിത്തു ജോസഫിൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു സീനുണ്ട്. പുള്ളി അത് ഭാര്യ എടുത്ത് പറഞ്ഞു, മക്കളെടുത്ത് പറഞ്ഞു, എല്ലാവരും അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് കിടിലം പൊളി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ആ സീൻ എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണുന്ന ഒരു സീനാണ്. അത് കിടിലം ഒരു കിണ്ണങ്കാച്ച സീനാണ്. പക്ഷെ ആ സീനിനകത്ത് പുള്ളിക്കാരൻ ഒരു കള്ളത്തനം കാണിച്ചിട്ടുണ്ട്. ആ ഒരു സീനിനകത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകർ, ഭയങ്കര വിശുദ്ധയായ മാധ്യമപ്രവർത്തകരായിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു സീനിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല നമ്മുടെ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ ഒരിക്കലും അങ്ങനല്ല. മറ്റേ അബിഗൽ സാറ ജെറജിയുടെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു കേസ് വന്നപ്പോൾ തന്നെ അവരുടെ വീട്ടിൽ കയറി അവൻ്റെ തള്ളയുടെ അണ്ണാക്കിൽ മൈക്ക് തിരികെ കയറ്റി 5 ലക്ഷം രൂപ കൊടുത്താൽ കൊച്ചിനെ വിടും, കൊച്ചിനെ വല്ലതൊക്കെ ചെയ്തോ, എന്തൊക്കെ മാങ്ങാണ്ടി തേങ്ങാണ്ടി ഇതൊക്കെ പറഞ്ഞ ടീംസാണ്. അവർ ഭയങ്കര ഒരു ദയാലുവായിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ നമ്മൾ ജീത്തു ജോസഫ് മാധ്യമപ്രവർത്തകരെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരെ പറയുവാണെങ്കിൽ ലാലേട്ടൻ ആസ് യൂഷ്വൽ കിടിലം. പിന്നെ ഇതിനകത്തെ വരുൺ പ്രഭാകർ പോലൊരു പ്രതിയുണ്ട്. അവൻ നല്ല ചൊറിയം പ്രതി. വരുൺ പ്രഭാകരൻ്റെ അനിയനായിട്ട് കണ്ടാൽ തോന്നുന്നവനുള്ള കാര്യം പറയാമല്ലോ. എന്നിട്ട് പിന്നെ എടുത്തു പറയേണ്ട കഥാപാത്രമായിട്ട് വന്നത് നമ്മുടെ സിദ്ദീഖ്. എൻ്റെ പൊന്നെ, പ്രതിയേക്കാളും വലിയ ചൊറിയനാണ് ഇങ്ങനെയാണ് മെയിൻ വക്കീൽ. പ്രതിയേക്കാളും വലിയ ചൊറിയൻ. ലാസ്റ്റൊക്കെ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് എൻ്റെ പൊന്നെ അങ്ങ് അടിയണം. ലിറ്ററലി ഞാൻ തിയേറ്ററിൽ നിന്ന് പറഞ്ഞു, അവൻ്റെ ആ കാരണം പോകിച്ചോർണം കൊടുക്കാൻ അത്രയും ചൊറിയുന്ന ഒരു ക്യാരക്ടർ അത് കിണ്ണനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ല അടിപ്പനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രിയാമണി ഒട്ടും എന്താ പറയുക മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇതേ ഓവർ ആക്ടിങ് കയറിയോ എന്നൊരു ഡൗട്ട്. ഒരേ ഒരു സ്ഥലത്ത് ഈ കോർട്ടിൽ വക്കീൽ പതറുന്ന ഒരു ഇതുണ്ട്. ഒരുമാതിരി വൃത്തിയായിട്ട പതർച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് ദൃശ്യത്തിൻ്റെ ചെറിയ ഒരു റെഫറൽ ഡയലോഗിനകത്ത് കയറി വന്നിട്ടുണ്ട്. അത് കിടിലമായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കത്തത്തില്ല. ചിലപ്പം ദൃശ്യം നല്ല രീതിയിൽ കണ്ട ഒരാൾക്ക് ആ ഒരു ഡയലോഗ് കത്തും. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഡയലോഗ് വന്നപ്പം കുറച്ച് ആൾക്കാർ മാത്രമേ തിയേറ്ററിൽ ചിരിച്ചോളൂ. കാര്യം അത്രയും ആൾക്കാർക്ക് മാത്രമേ ആ ഡയലോഗിൻ്റെ പ്രസക്തി മനസ്സിലായുള്ളൂ. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും.
പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റി പറയാനാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഓരോ സീനിനകത്തും ബ്ലെൻഡായിട്ട് ആ സീനിനകത്തുകൂടി ഇങ്ങനെ ഒഴുകി ഒഴുകി അങ്ങ് പോവുകയാണ് സാധനം. ഒരിടത്ത് പോലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുമെന്ന് അറിയുന്നില്ല. നമ്മളെ ആ ഒരു മൂഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അത് ഭയങ്കര ഒരു സംഭവം, ഭയങ്കര ഒരു പാർട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വഹിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് കുളമാക്കുന്നില്ല. എന്ത് പടേ, നല്ലൊരു പടപടി, തിയേറ്ററിൽ പോയി കാണുക. ലാലേട്ടൻ്റെ ഒരു വെറൈറ്റി സാധനം, ലാലേട്ടൻ്റെ കിടിലം പെർഫോമൻസ്. ഇത് പെർഫോമൻസ് ആണ് കേട്ടോ, മൊത്തം പെർഫോമൻസ് ആണ്. ഇതിനകത്ത് ഡയറക്ടർ ബ്രില്യൻസോ അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര എണീറ്റ് നിന്ന് കമ്പി അടിച്ചിരിക്കുന്ന, അല്ല എണീറ്റ് നിന്ന് കൈയടിച്ച് കൂവി വേണം വെക്കേണ്ട അമ്മാതിരി സീനൊന്നും ഇല്ല. ട്വിസ്റ്റിൻ്റെ ക്ലൈമാക്സ് ഇല്ല, അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ജിത്തു ജോസഫിൻ്റെ എല്ലാ സിനിമയ്ക്കകത്തും ഇങ്ങനെ ഞെട്ടി നോക്കുന്ന ഒരു സീനാണ് എല്ലാ സിനിമയ്ക്കകത്തും കാണും. ഒരു സീനിൽ, ഒരു പർട്ടിക്കുലർ സീനിൽ ഇങ്ങനെ ഞെട്ടി നോക്കുന്ന ഒരു സീനുണ്ട്. അതുപോലൊരു സീൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. ബാക്കി ദൃശ്യത്തിൻ്റെ ഒന്നും തന്നെ ഇതിനകത്തില്ല. ആ ഞെട്ടൽ മാത്രമാണെന്ന് തോന്നുന്നു ദൃശ്യത്തിൽ നിന്ന് പുള്ളിക്കാരൻ ഇങ്ങോട്ട് കടമെടുത്തത്. സോ ദൃശ്യവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൃശ്യത്തിനകത്ത് പീഡിപ്പിക്കാൻ വന്നവനെ തല്ലിക്കൊല്ലുന്നു, ഇതിനകത്ത് പീഡിപ്പിക്കാൻ വന്നവനെ പോലീസിനെ വെച്ച് പീഡിപ്പിക്കുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം കോർട്ട് റൂമിൽ കിടന്നുള്ള പരിപാടിയാണ്. പോയി കാണടേ, നല്ല പടം, അടിപൊളി പടം. ഉള്ള കാര്യം പറയാലോ, എനിക്കിഷ്ടപ്പെട്ടു. സംഭവം പടം ഹിറ്റാണ്, ഉറപ്പാണ്, 100% ഉറപ്പ്. പൈസ എടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമാകത്തില്ല. 150 രൂപ അല്ലെങ്കിൽ 170 രൂപ മുതലാണ്. നല്ല പടം, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ വേറൊരു കാര്യം, പേഴ്സണൽ ഒപ്പീനിയനാണ്. AC ഇല്ലാത്ത തിയേറ്ററിലൊക്കെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഭയങ്കര ചൂടായിരിക്കും. ഇപ്പം കാലാവസ്ഥ ഇച്ചിരി ചൂടായിട്ടുണ്ട്. അന്നേരം ആ ഒരു വൃത്തികെട്ട കണ്ടീഷനിലായിരിക്കും ബോഡി നമ്മുടെ ഇരിക്കുന്നത്. അന്നേരം ഒരു AC ഉള്ളൊരു തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണുവാണെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു പടം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ചൂടുള്ള നല്ല തിളച്ച് കിടക്കുന്ന തിയേറ്ററിലൊക്കെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂവിയുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. സൂപ്പർ പടം, പോയി കാണും.